മൗല കോഗ്നിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തത് ഈ നമ്മുടെ ഈ സെബാസ്റ്റ്യൻ പെന്തക്കോസ്ത് സഭക്കാരനായിട്ടുള്ള സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പ്, മറ്റുള്ള പെന്തക്കോസ് സഭക്കാർ യൂറോപ്പിലും അമേരിക്കയിലുള്ള അവർ അള്ളാഹു അന്യദേവനാണെന്നും അന്യദേവനായിട്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീമ്പിളക്കുന്ന ഈ ഒന്നാം നമ്പർ തെമ്മാടികൾ അവർ ബൈബിളിൽ അള്ളാഹു എന്നുള്ള പേര് ഉപയോഗിക്കുന്നു. ഈവൺ യേശുവിൻ്റെ പേര് പോലും ഇല്ല, പുതിയ നിയമത്തിലില്ല. ഇസോസ് എന്നുള്ള പേരാണ് ഒറിജിനൽ ഗ്രീക്കിലുള്ളത്. അത് നമ്മുടെ മാരി ഇമ്മാനുവൽ, ഓസ്ട്രേലിയക്കാരനായുള്ള ബിഷപ്പ് വരെ പറയുന്ന കാര്യമാണത്. അറബിയിലുള്ള ഈസ എന്നുള്ള പദം ഗ്രീക്കിൽ നിന്നുള്ള ഇസോസ് എന്നുള്ള വാക്കിൽ നിന്നും കടന്നു വന്നതാണ്. അത് ലോപിച്ചുണ്ടായതാണെന്ന് പറയുന്നു. പക്ഷേ പുതിയ നിയമത്തിലെവിടെയും ഇല്ല യേശുവ എന്നുള്ള പേര് ക്രിസ്തുവിന് വ്യാപകമായി ഉപയോഗിച്ചിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈശോ മിശിഹ എന്നാണ് പൗരസ്ത്യ ക്രിസ്തീയർ യേശുവിനെ വിളിക്കുന്നത്. യേശു അറമൈക് ഭാഷ സംസാരിച്ച ആളായിരുന്നു. അറമൈക്കിൽ ഈശോ മിശിഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ക്രിസ്തുവിൻ്റെ പേര് ഈശോ മിശിഹ എന്നാണ്. അപ്പോൾ യേശുവ എന്ന് ഹീബ്രു എബ്രായർ പറയുന്നു ക്രിസ്തു യേശുവ ആണെന്ന്. യേശുവ എന്ന് വിളിക്കുന്ന ഏതെങ്കിലും ചർച്ചുകളുണ്ടോ? നിങ്ങൾ ജീസസ് എന്ന് പറയും. കേരളത്തിലെ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു എന്ന് പറയും, യേശു ക്രിസ്തു. യൂറോപ്യൻ ക്രിസ്ത്യാനികൾ ഈ സെബാസ്റ്റ്യൻ പെന്തക്കോസ്തിൻ്റെ പന്നക്കലിൻ്റെ പിന്നോക്കക്കാരൻ്റെ സഭകളൊക്കെ ജീസസ് എന്നാണ് പറയുന്നത്. ജീസസ് എന്ന് പറയുന്നത് യേശുവിൻ്റെ പേരാണോ? അല്ല, അത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി. അപ്പോൾ ബൈബിളിലുണ്ടോ? ഇല്ല. ബൈബിളാണല്ലോ, അള്ളാഹു അല്ലല്ലോ ബൈബിളിലുള്ളത്. ഗ്രീക്ക് ബൈബിളിലുള്ളത് അള്ളാഹു അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ജീസസ് അല്ലല്ലോ ഗ്രീക്ക് ബൈബിളിലുള്ളത്. അപ്പോൾ ജീസസിനെ നിങ്ങൾ എന്തുകൊണ്ട് യേശുവെ എന്തുകൊണ്ട് നിങ്ങൾ ജീസസ് ആക്കി? നിങ്ങൾ മരണമാസമാണ് സെബാസ്റ്റ്യ, നിങ്ങൾ പെന്തക്കോസ്റ്റുകാരും പ്രൊട്ടസ്റ്റന്റുകാരും. കൊളോസിയൻസ് 2-ാം അധ്യായം 8-ാം വചനം, മാർക്ക് 7-ാം അധ്യായം 7-ാം വചനം മുതൽ 9-ാം വചനം വരെ യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മനുഷ്യരുടെ നിയമങ്ങളും ആചാരങ്ങളുമാണ് പിന്തുടരുന്നത്. അതായത് ദൈവത്തിൻ്റെ കൽപ്പനകൾ നിങ്ങൾ തിരസ്കരിക്കുന്നു. പൗലോസ്ലിയ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ദൈവത്തിൻ്റെ നാമം വിളിച്ചാൽ അവനെ ദൈവം രക്ഷിക്കുമെന്ന്. പക്ഷേ യേശുവിൻ്റെ നാമം പോലും അല്ല ജീസസ് എന്നുള്ളത്. അത് യൂറോപ്യൻസ് ഉണ്ടാക്കിയൊരു പേരാണ് ക്രിസ്തുവിന്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ നിലവാരം. നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, അതായത് ഈ വ്യാജ സഭക്കാരെന്നുള്ള പ്രമേയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ പുത്തൻ സഭക്കാരെക്കുറിച്ചും പ്രസ്ഥാനക്കാരെക്കുറിച്ചും ബൈബിളിലൂടെ നമുക്ക് കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം, ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് കോതമ്പൻ്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കായ്ന്നു വന്നു എന്നുള്ള വചനങ്ങൾ. ശത്രു വിതച്ച സഭകളുണ്ട്, അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. അപ്പം ഇത് യേശു പ്രവചിച്ചതാണ്. മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലുള്ള ഈ ഒരു ഉപമകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ മറ്റു ചില വിത്തുകൾ മുള്ളിനിടയിൽ വീണു, മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു, അത് വിളഞ്ഞതുമില്ല. അങ്ങനെയൊക്കെയുള്ള ഉപമകൾ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം, കളവ് പറയുന്നവരെ കുറിച്ചും യേശുവിനെ മനസ്സിലാക്കാത്തവരെ കുറിച്ചും എന്താ പറഞ്ഞത്? നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളും. കളവ് പറയുന്നവരാരാണ്? പിതാവിൻ്റെ മക്കളാണ്. അതായത് അവരേത് പിതാവിൻ്റെ? പിശാച് എന്ന പിതാവിൻ്റെ മക്കളാണ്. അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാവുന്നു. ബോഷ്ക്ക് എന്ന് പറഞ്ഞാൽ കളവ്. അപ്പം ഇവർ എങ്ങനെയാണ് ആളുകളെ കൂട്ടുന്നത്? പുത്തൻ സഭക്കാർ, പാരമ്പര്യ സഭക്കാർ, അതായത് കത്തോലിക്കരിൽ നിന്നും ഓർത്തഡോക്സുകാരിൽ നിന്നും ആളുകളെ കൂട്ടുന്നത്. അവർ പലതരം ബൈബിൾ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് പറയുന്നത്. ആണ് ഇവർ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്റ്റൽ സഭയിലേക്ക് ആളെ കൂട്ടുന്നത്. അത് യേശു ചെയ്തിട്ടില്ല, അപ്പോസ്തലന്മാർ ചെയ്തിട്ടില്ല. അത് നമുക്ക് വീണ്ടും വേറെ ചർച്ച ചെയ്യാം. പക്ഷെ നമുക്ക് ഇപ്പം ഇവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത്, ഇവർ ആളുകളോട് ഇവരെ കൂടെ നിർത്തുന്നത് കലുഷിതാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ്. ആളുകളിൽ ഭീതിയും അതേപോലെ സംശയങ്ങളും അരക്ഷിതാവസ്ഥയെ സൃഷ്ടിച്ചുകൊണ്ടാണ്
ഇവർ ജനങ്ങളെ കൂട്ടുന്നു. അതിന് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയത് എന്താണ്? ഇസ്ലാം, മുസ്ലിങ്ങൾ എല്ലാം അധിനിവേശം ചെയ്യുന്നു. ക്രിസ്ത്യൻ സഭകളൊക്കെ ഇസ്ലാമിൻ്റെ അധിനിവേശത്തോട് ഇല്ലാതാവുമെന്ന് പറഞ്ഞാണ് ഇവരെ ജനങ്ങളെ പേടിപ്പിക്കുന്നത് പൊതുവെ. പിന്നെ രണ്ടാമത് ജനങ്ങളെ വിശ്വാസപരമായി പേടിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് അത് ഖുറൈശികളുടെ ഗോത്രദേവനാണെന്ന് പറഞ്ഞാണ്. അപ്പം ഇങ്ങനെ രണ്ട് ഭീതികൾ വന്നു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? ആ ഭീതി പരത്തുന്നതിൻ്റെ കൂടെ കൂടും. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കും, ഞങ്ങളുടെ സംഘടനയുണ്ട് നിങ്ങളെ രക്ഷിക്കാൻ. അപ്പം അവർ തന്നെ ഒരു പുതിയൊരു മിശിഹ രക്ഷകനായി മാറുകയെന്ന്. പക്ഷേ ബൈബിളിൽ പറഞ്ഞതാണ് മിശിഹ അല്ലാതെ നിങ്ങൾക്ക് രക്ഷകനൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. അപ്പം പുതിയ ആളുകൾ സംഘടന കെട്ടിയിട്ട്, സഭകളും സംഘടന കെട്ടിയിട്ട് പറയുകയാണ് ഞങ്ങളാണ് ക്രിസ്ത്യാനികളെ രക്ഷിക്കുന്നത്. അതായത് അവരവിടെ വ്യാജ ക്രിസ്തു ചമയാണെന്നുള്ളത് ഈ പാവം ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആരാണ് രക്ഷകൻ? മിശിഹയാണോ അല്ലെങ്കിൽ ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലത്തെ പന്നക്കന്മാരാണോ? അവരുടെ പോഷക സംഘടനകളാണോ? അപ്പം ഇവർ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കൗശലം, ടാക്ടിക്, ജനങ്ങളെ ഇസ്ലാമിക ഭീതിയും മുസ്ലിങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളും ഭീതിയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ചുകൊണ്ട് ഇവരുടെ വിശ്വാസികളുടെ ഇടയിലും ഇവർ കടന്നു വരികയാണ്. ഹലാൽ എന്ന് പറയുന്നത് അന്യദേവനെ കാഴ്ചവെച്ച ഭക്ഷണമാണ്. മുസ്ലിങ്ങൾ അന്യദേവനെയാണ് ആരാധിക്കുന്നത്. അതേസമയം ഇവരുടെ തന്നെ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷമായാലും പഴയ നിയമമായാലും പുതിയ നിയമമായാലും അതിലൊക്കെ യഹോവ എന്നുള്ള പേര് മാറ്റി അള്ളാഹു എന്നുള്ള പേരാണ് വെച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വചനത്തിൽ നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ എന്നാണ് പറഞ്ഞത്. പിതാവിൻ്റെ നാമം യഹോവ എന്നാണെങ്കിൽ, പുത്രൻ്റെ നാമം മിശിഹ അല്ല യേശു എന്നാണെങ്കിൽ, യേശുവ എന്നാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ നാമം ഇവിടെ, പിതാവിൻ്റെ നാമവും പുതിയ നിയമത്തിലില്ല. ഈവൻ യേശുവിൻ്റെ നാമം വരെ ഇവർ മാറ്റി എസോസ് എന്നുള്ള പേരാക്കി മാറ്റി പുതിയ നിയമം ഗ്രീക്ക് പുസ്തകത്തിൽ. ഇവിടെ യേശു എന്ന് ഉപയോഗിച്ചിട്ടില്ല. യേശു എന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളും ആണ് പറയുന്നത്. ഈശോ മിശിഹ യേശു എന്ന് പൊതുവെ കത്തോലിക്കരും ഓർത്തഡോക്സുകാരുമാണ് പറയുന്നത്. പക്ഷേ ഇവരുപയോഗിക്കുന്ന പടിഞ്ഞാറൻ ബൈബിളുകളിൽ ജീസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീസസ് എന്നുള്ളത് യേശുവിൻ്റെ പേരല്ല. ഈസ എന്നുള്ളത് യേശുവിൻ്റെ പേരല്ലെങ്കിൽ ജീസസ് എന്നുള്ളതും യേശുവിൻ്റെ പേരല്ല. മാർമാരി ഇമ്മാനുവേൽ എന്ന ബിഷപ്പ്, ഓസ്ട്രേലിയക്കാരനായിട്ട് ബിഷപ്പ് പറയുന്നത് ഈസ എന്നുള്ള പേര് ഇസ്ലാമിൽ യേസൂസ് എന്നുള്ള ഈ ഗ്രീക്ക് പേരിൽ നിന്നും ലോപിച്ചുണ്ടായതാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ഗ്രീക്ക് ബൈബിളിൽ എന്തില്ല? മിശിഹായുടെ ഈശോ മിശിഹ എന്നുള്ള പേരില്ല. മിശിഹ അറമായിക് ഭാഷയിലാണ് സംസാരിച്ചതെന്ന് പുതിയ നിയമത്തിൽ കാണാൻ പറ്റും. അദ്ദേഹത്തെ റബ്ബോനി എന്ന് വിളിച്ചിട്ടുണ്ട് മേരി മഗ്ദലേൻ, റബ്ബാനി എന്ന് വിളിച്ചിട്ടുണ്ട് മറിയം മഗ്ദലേൻ. റബ്ബോനി എന്നുള്ള സ്ഥാനപ്പേരോട് വിളിച്ചിട്ടുണ്ട്. റബ്ബാനി എന്ന് പറഞ്ഞാൽ ടീച്ചർ, ഗുരു, ആത്മീയ ഗുരു. ഖുർആൻ 3-ാം അധ്യായം 79-ാം വചനത്തിൽ കാണാൻ പറ്റും വിശ്വാസികൾ പറയും ഞങ്ങൾ റബ്ബാനിയൂൻ ആയിരുന്നു. അത് വേറെ വിഷയമാണ്, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷേ ഇതാണ് ഈ ക്രിസ്ത്യൻ ലോകത്തിൻ്റെ പെന്തക്കോസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ഇപ്പോഴത്തെ സ്ഥിതി. അവർ അള്ളാഹു ഖുറൈശി ദേവനാണെന്ന് പറയും. അവർ 1800-കളും 1920-കളും ഒക്കെ പ്രസിദ്ധീകരിച്ച വാൻഡൈക്ക് ബൈബിൾ, ഗിഡിയോൺ ബൈബിൾ, ബൈബിൾ സൊസൈറ്റി ഇവാഞ്ചലിക്കൽ ബൈബിൾ, ഇതിലെല്ലാം യാതൊരു ഇതുമില്ലാതെ അള്ളാഹു എന്നുള്ള പേര് യഹോവ എന്നുള്ള പേരിന് പകരം ചേർക്കുന്നു. അതല്ലെങ്കിൽ റബ്ബ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബ് എന്നുള്ള പദം അള്ളാഹുവിന് യഹോവക്ക് ചേർക്കുന്നു. അപ്പോൾ അള്ളാഹു റബ്ബ് എന്നുള്ള വാക്കാണ്. ഈ രണ്ട് പദങ്ങളാണ് ദൈവത്തിന് വേണ്ടി ബൈബിളിൽ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ അള്ളാഹു എന്ന് കാണാം ഉൽപ്പത്തിയിൽ. പിന്നുള്ള വചനങ്ങൾ യഹോവ എന്ന ഇലോഹിം എന്ന് പറയുന്ന സ്ഥലത്ത് അള്ളാഹു എന്നും, യഹോവ എന്ന് പറയുന്ന സ്ഥലത്ത് റബ്ബ് എന്നും, ചില സ്ഥലങ്ങളിൽ അള്ളാഹു എന്നും വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിലെല്ലാം അള്ളാഹു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫാദർ എന്നുള്ള വാക്കിന് അബു, പിതാവ് എന്നുള്ളതിന് അബൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് മുസ്ലിങ്ങൾ പറയുന്ന പോലെ തന്നെ റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിന് ഈസ എന്ന് പറഞ്ഞിട്ടില്ല, യസൂ എന്ന് പറഞ്ഞു. യേസു എന്നുള്ള പദം, യേശുവ എന്നുള്ള പദത്തിൻ്റെ അറബി ലോപനമാണ്, ലോപിച്ചുണ്ടായതാണ് യേശു എന്ന് പറയുന്നത്. പക്ഷെ എവിടെയും എന്തില്ല, ഇസോസ് എന്നുള്ളത് എവിടെയും ഉപയോഗിച്ചിട്ടില്ല. ഖുർആനാണ് ഇസോസ് എന്നുള്ള ഈസോ എന്ന് പറയുന്നത്, ഈസ എന്ന് പറയുന്നത്. അപ്പോൾ ഇസോസ് എന്നുള്ളത് ക്രിസ്ത്യാനികൾ യൂറോപ്പിൽ ജീസസ് എന്നാക്കി, മുസ്ലിങ്ങൾ ഈസ എന്നാക്കി. അപ്പോൾ ഇത് ഒരേ ഇസോസ് എന്നുള്ളത് ലോപിച്ചുണ്ടായതാണ്. അപ്പം ഇതേ ക്രിസ്ത്യാനികളാണ്, ഇതേ മിഷനറിമാരാണ് പറയുന്നത് ഈസ യേശുവിൻ്റെ പേരല്ല, ക്രിസ്തുവിൻ്റെ പേരല്ല, പക്ഷെ ജീസസ് ക്രിസ്തുവിൻ്റെ പേരാണ്.
ഇംഗ്ലീഷിൽ ജീസസ് എന്ന് പറയും, ക്രിസ്തുവിൻ്റെ പേര് ജീസസ് എന്ന് വിളിക്കുന്നവർക്ക് ഹലാലും, അതായത് അനുവദനീയവും. അറബിയിൽ ഈസ എന്ന് വിളിക്കുന്നവർക്ക് അത് പാടില്ലാത്തതുമാണ്. അപ്പോഴേക്ക് ഹാലിളകും. അതായത് അവർക്ക് ഇമ്പൾസീവിറ്റി, അവർക്ക് വൈകാരികത, അതായത് മാനസിക രോഗം പിടിച്ച വൈകാരികത ഉണ്ടല്ലോ, അതൊരു മാനസിക രോഗികളെ പോലെ ഇവർ ഉറഞ്ഞാടുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ പെന്തക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് വ്യാജ മിഷനറിമാർ എനിക്ക് ധാരാളം പെന്തക്കോസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് മിഷനറിമാർ ഇവിടെ ഇംഗ്ലണ്ടിൽ പരിചയമുണ്ട്. ഈ പെന്തക്കോസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് മിഷനറിമാർ മുസ്ലിങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് സലഫി വിഭാഗക്കാരാണല്ലോ ഇത് ദേവയും കൊണ്ട് നടക്കുന്ന ആളുകൾ, MM ഒക്കെ പറഞ്ഞ പോലത്തെ, അവരുടെ പള്ളികളിൽ ജുമാ ഖുതുബക്ക് പോകുന്ന പ്രൊട്ടസ്റ്റന്റുകാരെയും പെന്തക്കോസ്റ്റുകാരെയും ഇവാഞ്ചലിക്കൽ ബാപ്റ്റിസ്റ്റ് മിഷനറിമാരെയും എനിക്ക് പരിചയമുണ്ട്. അവരെല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ ജുമക്ക് പോകും. ഈ അവരുടെ സുഹൃത്താണ് അവിടുത്തെ ഇമാം ഡോക്ടർ അബ്ദുൽ മജീദ് അലി. അദ്ദേഹം ഈ ഇമാൻ ചാനൽ, ഹുദ TV സംസാരിക്കുന്ന ആളാണ്, ലൂട്ടൺ ബെഡ്ഫോർഡ്ഷയറിൽ. അദ്ദേഹത്തിൻ്റെ ജുമാ ഖുതുബയും അതേപോലെ ഇസ്ലാമിക പ്രവർത്തനങ്ങളിലും സജീവമായി ഈ ഇൻ്റർഫെയ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ മതസൗഹാർദ്ദത്തിൻ്റെ കെയർ ഓഫിൽ ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് മിഷനറിമാരും ചില പെന്തക്കോസ്റ്റൽ മിഷനറിമാരും അതിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ മാരിയോ എവിടെങ്കിലും ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം, കാരണം അദ്ദേഹം ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് വന്ന ആളാണ്. അതേപോലെ ക്രിസ്ത്യാനിയായിട്ടുള്ള ഈ ഇംഗ്ലീഷുകാർ, വെള്ളക്കാരായിട്ടുള്ള അവർ പള്ളികളിൽ പോവും, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കും. വെള്ളിയാഴ്ച ജുമുഅ ഖുതുബക്ക് കയറി പിന്നിൽ ചെയറിട്ട് അവിടെ ഇരിക്കും, ആ ഖുതുബ ശ്രവിക്കും. അതേപോലെ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഇവാഞ്ചലിക്കൽ മിഷനറി മസ്ജിദിൽ നിന്നാണ് പഠിച്ചത്, അറബി ഭാഷ പഠിച്ചത്. അദ്ദേഹം ഇപ്പോൾ ഇസ്രായേലിൽ ഈ മിഷനറി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും കേരളത്തിലുള്ള വൈകാരികതയിൽ ജീവിതം ഹോമിച്ചിട്ടുള്ള മിഷനറിമാർക്കോ ക്രിസ്ത്യൻ സഭകൾക്കോ അറിയില്ല. കാരണം അവർ പരിശുദ്ധാത്മാവിനൊന്നല്ല പിന്തുണ, അവരവരുടെ വൈകാരികതയും കേരളത്തിലുള്ള സാംസ്കാരിക സാമൂഹിക ചുറ്റുപാടിൻ്റെയും അടിമത്തത്തിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ അവസ്ഥ വരുന്നത്. മനസ്സിലായില്ല? പക്വതയോടുകൂടി ചിന്തിക്കാനോ പെരുമാറാനോ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒന്നാം പ്രമാണവും രണ്ടാം പ്രമാണവും അവർ ലംഘിച്ചു കഴിഞ്ഞു. അതായത് അവർ ഈ അള്ളാഹ് എന്ന് പറയുന്ന ഒരു ഖുറൈശി പാഗൻ ദൈവം, പാഗൻ ഗോഡുകളൊക്കെ പിശാചുക്കളാണെന്നാണ് ക്രിസ്ത്യൻ വിശ്വാസികൾ, പണ്ഡിതന്മാർ പറയുന്നത്. അപ്പം അത് ശരിയാണെങ്കിൽ ഈ അള്ളാഹു എന്നുള്ള പാഗൻ ദൈവത്തിനെ ബൈബിളിലുള്ള യഹോവയുടെ നാമത്തിന് പകരമായി പുനഃപ്രതിഷ്ഠിച്ചാൽ, അപ്പം യഹോവയുടെ നാമത്തെ കളിയാക്കിയവർ, ഇൻസൾട്ട് ചെയ്തവർ, അപമാനിച്ചവർ അവർ ക്രിസ്ത്യാനികൾ തന്നെയാണ്. ബൈബിളിനെയും യഹോവയെ അപമാനിച്ചത് മുസ്ലിങ്ങളല്ല. യേശുവിനെയും കന്യാമറിയത്തിനെയും മുസ്ലിങ്ങളിൽ ചില മന്ദബുദ്ധികൾ, ചില പമ്പരവിഡ്ഢികൾ, പിശാചുക്കൾ, ഇസ്ലാമിലുള്ള പിശാചുക്കൾ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര കോലാഹലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ തെറ്റാണല്ലോ ഒന്നാം പ്രമാണവും രണ്ടാം പ്രമാണവും. യേശു തന്നെ പറഞ്ഞത് ഏറ്റവും വലിയ കമാൻഡ്മെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. യേശു പറഞ്ഞത് പിതാവായ ദൈവത്തെ നിങ്ങൾ, ലോർഡ് യുവർ ഗോഡ്, നിങ്ങളുടെ ദൈവത്തെ എല്ലാ ശക്തിയോടും മനഃശക്തിയോടും ആത്മശക്തിയോടും കൂടി നിങ്ങൾ പൂർണ്ണമായി സമ്പൂർണ്ണമായി സ്നേഹിക്കുക. പിതാവായ ദൈവത്തിൻ്റെ നാമം നിങ്ങൾ വൃദ്ധാവിലെടുക്കരുത്, ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളവിടെ ദുരുപയോഗം ചെയ്യല്ല മാത്രമേ, പിതാവിൻ്റെ നാമം തന്നെ മാറ്റി നിങ്ങളൊരു ഖുറൈശി ദേവൻ്റെ പേര് പിതാവിന് ചാർത്തി കൊടുത്തു. അത് തന്നെ നിങ്ങളുടെ ഇരട്ടത്താപ്പും കാപഢ്യവും നിങ്ങളുടെ തന്നെ വക്രബുദ്ധിയുമാണ് അത് സൂചിപ്പിക്കുന്നത്. ഇതാണോ നിങ്ങളുടെ നിലവാരം? ഈ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനൊക്കെ സ്നാനപ്പെട്ടിരുന്ന് നിങ്ങളുടെ അവകാശം വ്യാജമായ അവകാശമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെ കളവ് പറയുന്ന ആളുകളാണ്. ബ്ലാസ്ഫമി, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു സുസ്ഥിരമായ തിന്മ, അതായത് ഇറ്റേണൽ സിന്നിന് നിങ്ങൾ ഉടമകളാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിലവാരമാണോ നിങ്ങൾ ഈ കാണിക്കുന്നത്? പരിശുദ്ധാത്മാവിനോട് സ്നാനപ്പെട്ടിട്ടുള്ള നിലവാരം എന്താണ്? നിങ്ങളുടെ നിലവാരം എന്താണ്? അത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അന്തരമുണ്ട്. അതാണ് നമുക്കിവിടെ വെളിച്ചത്തിൽ വരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനമോ സാന്നിധ്യമോ നിങ്ങളുടെ ശരീരത്തിലോ മനസ്സിലാത്മാവിലോ കാണുന്നില്ല. നിങ്ങൾ വിവരക്കേടും കളവുമാണ് വിളിച്ചു പറയുന്നത്. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം. അപ്പം ജനങ്ങളുടെ ഇടയിൽ സംഘർഷമുണ്ടാക്കി അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിട്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ അരക്ഷിതാവസ്ഥയും ഇസ്ലാം ഭീതിയും മുസ്ലിം ഭീതിയും, മുസ്ലിങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്
നിങ്ങളെ ആത്മീയമായിട്ടോ ഭൗതികമായിട്ടോ ദ്രോഹം ചെയ്യാനുള്ളതാണുള്ള ചിന്ത ജനങ്ങൾ വളർത്തിയെടുത്ത് അങ്ങനെ നിങ്ങൾ ആളെ കൂട്ടുകയാണ്. അതിപ്പോൾ ഏത് വിഭാഗമായാലും അങ്ങനെ തന്നെയാണ്. പല വിഭാഗങ്ങളും പുത്തൻ പ്രസ്ഥാനക്കാരുടെ സഭകളും സംഘടനകളും, അത് ഇസ്ലാം ആവട്ടെ മറ്റുള്ള മതങ്ങളാവട്ടെ, അവർ ഈ ഒരു ഭീതിയും ആശയക്കുഴപ്പവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ കൂടെ നിർത്തുകയാണ്. അതിപ്പോൾ ചില സിനിമകളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, പുലി വരുന്നേ, നരി വരുന്നേ, അതല്ലെങ്കിൽ ഭീകരജീവി വരുന്നേ എന്നൊക്കെ പറഞ്ഞാണ് ഹോളിവുഡിലൊക്കെ ഉള്ള സിനിമകൾ. ആളുകളെ കൂട്ടി അതിലുള്ള ഒരു നായകൻ്റെ കൂടെ ആളുകൾ കൂടി നിൽക്കും. അങ്ങനെ ആ നായകനെ ഭീകരജീവിയുമായിട്ട് ഏറ്റുമുട്ടും. അങ്ങനെ ആളുകൾ ഈ നായകനെ തോളിലേറ്റി നടക്കും. അപ്പോൾ നായകന്മാരായി വരുന്നത് എങ്ങനെയാണ്? ഈ ഒരു ഇതെല്ലാണ്. അതായത് ഏതെങ്കിലും അപ്പോൾ ഇന്ന് ആളുകൾക്ക് മിഷനറിമാർ ഉപയോഗിക്കുന്ന ഇസ്ലാം ഭീതിയും ഹലാൽ ഭീതിയും പിന്നെ അതിൻ്റെ പുറത്ത് അള്ളാഹു വ്യാജ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് അതും ഇറക്കുകയാണ്. അപ്പോൾ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഒരു ക്രിസ്ത്യാനി, അദ്ദേഹം ജീവിക്കുന്നത് എല്ലാവിധ ക്രിസ്തു വിരുദ്ധമായിട്ടുള്ള ജീവിത രീതികളും ശൈലികളുമായിരിക്കും. പക്ഷേ ഈ ഒരൊറ്റ ഭീതിയുടെയും അനിശ്ചിതാവസ്ഥയുടെയും ഇസ്ലാം ഭയം ക്രിയേറ്റ് ചെയ്തതിൻ്റെയും പേരിൽ അദ്ദേഹത്തിൽ പെട്ടെന്നൊരു ഉണർവുണ്ടാകുക കഴിയുന്നത് ഈ സഭകളുടെ കൂടെ നിൽക്കാൻ, അല്ലെങ്കിൽ ഈ തരം പ്രഭാഷകരുടെ കൂടെ നിന്ന് അവർ പറയുന്നത് വിശ്വസിച്ച് അവരുടെ കൂടെ നിൽക്കാനുള്ളൊരു ത്വര അവരിലുണ്ടാവുക ചെയ്യുന്നത്. അപ്പം അവർ ജീവിതശൈലിയിൽ അതേപോലെ ദൈവാനുസരണത്തിലും തീഷ്ണതയില്ലാത്തവരാണ് അവർ. അവർക്ക് ബൈബിളിലോ യേശുവിൻ്റെ പേര് കേട്ടാൽ പോലും അവർക്ക് തീഷ്ണത വരില്ല. അതുകൊണ്ടാണ് ഈ സെബാസ്റ്റ്യനെ പോലുള്ള ആളുകൾ സുവിശേഷത്തിൽ യേശുവിൻ്റെ അധ്യാപനങ്ങൾ സുവിശേഷം ചെയ്യാതെ ഇസ്ലാം വിമർശനം സുവിശേഷമാക്കി അതിൽ കൂടെ ആളുകളെ പിടിച്ചു നിർത്താനും കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം സുവിശേഷമല്ല ഇവരുടെ സുവിശേഷം. ഈ സെബാസ്റ്റ്യൻ മുന്നക്കൽ മാരിയോ ജോസനെ കുറ്റം പറയുന്നുണ്ട്. അദ്ദേഹം ഓം ശാന്തിയും അള്ളാഹും ഇൻഷാ അള്ളയും ഓം ശാന്തിയാണ് പ്രഭാഷണം ചെയ്ത ആളെ കൂട്ടുന്നത്. പക്ഷെ അതിൻ്റെയോ 1000 മടങ്ങ് ഇരട്ടിയാണ് ഈ സെബാസ്റ്റ്യൻ മുന്നക്കൽ സുവിശേഷം ചെയ്യുന്ന എന്താണ്? അള്ളാഹ്, ഖുർആൻ, ഹദീസ്. അതവർക്ക് കാണാൻ പറ്റുന്നില്ല. അവർ ചെയ്യുന്നതോ ഖുർആനും ഹദീസും വായിച്ചുകൊണ്ട് ആണ് ആളുകളെ കൂട്ടുന്നത്. അവരുടെ സഭയിലേക്ക് ആളുകളെ, പെന്തക്കോസ്റ്റുകാർ അവരുടെ പോസ്റ്റർ സംഘടനകളിലേക്കും ആളുകളെ കൂട്ടുന്നത്. എന്നിട്ട് അവർ തന്നെ ഒരു മിശിഹായുടെ വേഷം ധരിക്കുകയാണ് ചെയ്യുന്നത്. അവർ ആരാണ് രക്ഷകൻ? യേശു അല്ലേ? പക്ഷേ ഈ സെബാസ്റ്റ്യനും അവൻ്റെ സംഘടനൻ്റെ പ്രസിഡന്റുമാരും നേതാക്കന്മാരും മോഡറേറ്റർമാരും ഈ ഗ്രൂപ്പ് വിപ്പ് തലവന്മാരുമാണ് ഇതിൻ്റെ പുതിയ രക്ഷകരും മിശിഹായുമായി അവതരിക്കുന്നത് ജനങ്ങളുടെ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ. അപ്പോൾ ഈ വ്യാജ സഭകളെയും വ്യാജ മിഷണറിമാരെയും തിരിച്ചറിയുന്ന യേശു ക്രിസ്തു ബൈബിളിൽ ആൾറെഡി പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവരാളെ കൂട്ടിയിട്ട് കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും ഇതര മതക്കാരുടെയോ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയോ അള്ളാഹുവിനെയോ ഹലാലിനെയോ ഒക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇവർ ജനങ്ങളെ ഇവരിലേക്ക് ചേർക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കറിയാം യേശുവിനൊന്നും മാർക്കറ്റില്ല എന്നവർക്കറിയാം. ഇന്നിപ്പോൾ യേശുവിനെ മുന്നിൽ നിർത്തി യേശുവിനെ പ്രഘോഷിച്ച് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത്ര ശ്രദ്ധിക്കില്ല. അതെല്ലാ സഭക്കാരും പറയുന്നുണ്ട്. ഒരു വെറൈറ്റി വേണം. അപ്പോൾ ജനങ്ങളെ ശ്രദ്ധ കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇസ്ലാമോഫോബിയ, ഈ ഇസ്ലാം വിരുദ്ധത, ഹലാൽ വിരുദ്ധത, അതുകൂടാതെ അള്ളാഹു വ്യാജദേവനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളിലാണ് ഇവർ പരാജയപ്പെട്ടത്. കാരണം ഇവരുടെ തന്നെ ബൈബിൾ, വാൻഡൈക്ക് ബൈബിൾ, ഗിഡിയോൻ ബൈബിൾ, എല്ലാ ബൈബിളുകളും യഹോവയെ വെട്ടി നിർത്തി അള്ളാഹു ആക്കിയിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ ഈ പാവം മലരുകൾക്കും ഈ മലരുകളെ പിന്തുടരുന്ന പൂമ്പാറ്റകൾക്കും അറിയുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അള്ളാഹു വ്യാജദൈവനാണെങ്കിൽ 1-ാം പ്രമാണവും 2-ാം പ്രമാണവും തെറ്റിച്ച് അള്ളാഹുവിൻ്റെ പേര് ഇവർ യഹോവയ്ക്ക് ചേർത്ത്. പഴയ നിയമത്തിലും എവിടെയും ഇതില്ല. അറബി ബൈബിളിൽ യഹോവ എന്നുള്ള പേരില്ല, പുതിയ നിയമത്തിലും ഇല്ല. ഇവർ പിന്തുടർന്ന് പറയുന്ന ഗ്രീക്ക് പുതിയ നിയമം, അവർ ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. ആ ഭാഷയിൽ എഴുതപ്പെട്ട പുതിയ നിയമത്തിൽ യഹോവ ഇല്ല. അതിൽ യേശു എന്നുള്ള യേശുവ എന്നുള്ള പേരും ഈശോ മിശിഹ എന്നുള്ള പേരുമില്ല. അതിൽ എസോസ് എന്നുള്ള പേരാണുള്ളത്. ഇസോസ് നിന്നാണ് ജീസസ് വരുന്നത് ഇംഗ്ലീഷിൽ. അതേപോലെ ജോൺ എന്നുള്ള പേര്, ജോൺ ബാപ്റ്റിസ്റ്റ് എന്നുള്ള പേരും അതേപോലെ വരുന്നതാണ്. യഥാർത്ഥ പേര് യോഹന്ന എന്നാണ്. അതേപോലെ ഈ പരിശുദ്ധാത്മാവിൻ്റെ പേരും പുതിയ നിയമത്തിൽ കാണാൻ പറ്റുന്നില്ല. ഇതൊക്കെ സ്ഥാനപ്പേരുകളാണ്. ഗോഡ്സ്, ഫാദർ എന്നൊക്കെ പറയുന്നത് ടൈറ്റിൽസ് ആണ്.
ഫാദറിനൊരു പേരുണ്ട്. ഞാൻ ഫാദറാണെങ്കിൽ ഞാൻ ഒരാൾക്ക് ഫാദറാണെങ്കിൽ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊനൗൺസ് ആണ്. എല്ലാ ആളുകൾക്കും ഫാദർ എന്ന് പറയാം. അച്ഛനായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഫാദർ എന്ന് പറയും. പക്ഷെ അവർക്ക് ഓരോ വ്യക്തിനാമങ്ങളുണ്ട്. ഒരാളിപ്പോൾ ഫാദർ ആണെങ്കിൽ ഫാദർ അയാൾ പറയാം ദിസ് ഈസ് ഫാദർ തോമസ്, ഫാദർ മാത്യു, ഫാദർ ഇബ്രാഹിം, ഫാദർ മുഹമ്മദ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, അതൊരു ടൈറ്റിൽ നാമമാണ്, അത് സ്ഥാനപ്പേരാണ്. അപ്പം ആ സ്ഥാനപ്പേരിൻ്റെ ആ വ്യക്തി, ആ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ പേരെന്താണ്? പുത്രൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന സ്ഥാനപ്പേരാണ് പുത്രൻ. അപ്പം ആ പുത്രൻ്റെ പേരെന്താണ്? അത് യേശുവ എന്നാണ് ഹീബ്രുക്കാർ പറയുന്നത്. അറമൈക്കുകാർ പറയുന്നത് ഈശോ മിശിഹ എന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വചനത്തിൽ പറഞ്ഞതുപോലെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പിതാവിൻ്റെ നാമം പുതിയ നിയമത്തിലില്ല, പുത്രൻ്റെ നിയമവും ഇല്ല, യേശുവ എന്നുള്ള പേരില്ല, അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പേരുമില്ല. ഇതില്ലാതെ ഇവർ ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ സൺ ഹോളി സ്പിരിറ്റ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്, ബാപ്റ്റിസം ചെയ്യുന്നത്. അപ്പം അവിടെ ആ ഒരു വചനത്തെ അതേപോലെ പകർത്തിക്കൊണ്ട് പറയുക ചെയ്യുന്നത്, ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. പക്ഷെ ആ വചനം കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നത് നിങ്ങളിങ്ങനെ ബാപ്റ്റിസം ചെയ്യണം, സ്നാനം ചെയ്യണം. അപ്പം ഈ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അറബിക് ബൈബിൾ എന്ന് പറഞ്ഞിട്ടൊരു ബൈബിളില്ല, ഇംഗ്ലീഷ് ബൈബിൾ എന്നോ മലയാളം ബൈബിൾ എന്ന് പറഞ്ഞിട്ട് ബൈബിൾ ഉണ്ടാവരുത്. തർജ്ജമകളാണവ. അപ്പം അതിന് തർജ്ജമ എന്നാണ് പറയേണ്ടത്, ബൈബിൾ എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ബൈബിൾ ഉപയോഗിച്ച്, യഥാർത്ഥ ബൈബിൾ ഉപയോഗിച്ച്, സെബാസ്റ്റ്യൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യഥാർത്ഥ ബൈബിൾ ഉപയോഗിച്ച് സുവിശേഷം പറയുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ക്രിസ്ത്യൻ ചർച്ചുകളൊന്നുമില്ല. ഗ്രീക്ക് ചർച്ചുകളുണ്ടായിരിക്കാം, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾ, അതായത് ഗ്രീക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന സഭകൾക്ക് മാത്രമേ അത് അവകാശപ്പെടാൻ പറ്റും. പക്ഷെ അവർക്ക് തന്നെ എന്തില്ല, പിതാവിൻ്റെ നാമം പുതിയ നിയമത്തിൽ കാണാൻ പറ്റുന്നില്ല. ഇസോസ് എന്നുള്ള പേരാ കാണാൻ പറ്റുന്നത്, ജീസസ് എന്നുള്ള പേരാ കാണുന്നത്. യേശു എന്നോ ഈശോ മിശിഹ എന്നോ ഗ്രീക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ നാമം തീരെയില്ല. ക്രിസ്ത്യാനിറ്റി, അതായത് ക്രിസ്തു മതം അപൂർണമായി ആ ഒരു കാരണം കൊണ്ട് തന്നെ. കാരണം യേശുവിൻ്റെ കൽപ്പിച്ച പ്രധാന കൽപ്പന സ്നാനപ്പെടുത്തുക എന്നുള്ളത് തന്നെ ചെയ്യാൻ അവർക്ക് യേശു കൽപ്പിച്ചതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇസ്ലാമിന് മുമ്പുള്ള അറബ് ക്രിസ്ത്യാനികൾ ദൈവത്തെ അള്ളാഹ് എന്ന് വിളിച്ചിരുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ക്രിസ്ത്യാനികൾക്ക് ശേഷമുള്ള അറബ് ക്രിസ്ത്യാനികൾ, യൂറോപ്യൻ ക്രിസ്ത്യാനികൾ, അതായത് അറബ് ലോകത്ത് സുവിശേഷം പറയുന്ന പെന്തക്കോസ്റ്റുകാരും പ്രൊട്ടസ്റ്റന്റുകാരും ഇവാഞ്ചലിക്കൽസും എല്ലാ ആളുകളും എന്ത് വിളിക്കുന്നുണ്ട്? യേശുവിനെ എന്താ വിളിക്കുന്നത്? യെസു എന്ന് വിളിക്കുന്നു. ഇസോസ് എന്ന് വിളിക്കുന്നില്ല, ജീസസ് എന്ന് വിളിക്കുന്നില്ല. അതേപോലെ ഈ ബൈബിളിൽ പിതാവിനെ അള്ളാഹ് എന്നോ റബ്ബ് എന്നൊക്കെയാണ് വിളിക്കുന്നത്, പുതിയ ബൈബിളിൽ വിളിക്കുന്നത് എല്ലാ ബൈബിൾ പ്രതികളും. വാൻഡൈക്ക് ബൈബിളാവട്ടെ, ഗിഡിയോൺ ബൈബിളാവട്ടെ, ഏത് ബൈബിളായാലും അതിലൊക്കെ അള്ളാഹു എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ മൊല്ലാക്ക സോറി മൗല എന്ന് പറഞ്ഞിട്ട് അറബി ബൈബിളില്ല എന്ന് പറയുന്ന സെബാസ്റ്റ്യൻ അംഗീകരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തുള്ള എല്ലാ ബൈബിളുകളും, ഇന്ത്യക്കാരാവട്ടെ, പാകിസ്ഥാനികളാവട്ടെ, ബംഗ്ലാദേശികളാവട്ടെ, മലേഷ്യക്കാരാവട്ടെ, അറബികളാവട്ടെ, യൂറോപ്യൻസ് ആവട്ടെ, ഇവരുടെ ഒന്നും ഭാഷകളിലുള്ള ബൈബിൾ അല്ല. കാരണം അറബി ബൈബിൾ എന്നോ ഫ്രഞ്ച് ബൈബിൾ എന്നോ മലയാളം ബൈബിൾ എന്നോ ഹിന്ദി ബൈബിൾ എന്ന് പറഞ്ഞിട്ടൊരു ബൈബിളില്ല. അറബി ഭാഷയിലേക്ക് ഇസ്ലാമിൻ്റെ അധിനിവേശ ശേഷം ഒത്തിരി പരിഭാഷകളുണ്ടെന്ന്. ഇസ്ലാമിൻ്റെ അധിനിവേശ ശേഷമല്ല, അതിന് മുൻപും ബൈബിൾ അറബിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ, കോപ്റ്റിക്കുകാരും ലബനോൻകാരും സിറിയക്കാരൊക്കെ ആയിട്ടുള്ള ക്രിസ്ത്യാനികൾ ബൈബിൾ അറബിയിൽ തർജ്ജമ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് വേറൊരു കാര്യം കൂടി, ഈ ആധുനിക കാലഘട്ടത്തിൽ 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ മിഷണറിമാർ അറബിയിലുള്ള ബൈബിൾ ഉപയോഗിക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിലും പ്രത്യേകിച്ച് വാൻഡൈക്ക് ബൈബിൾ 1800 ചില്ലാണം 25-35 അതല്ലെങ്കിൽ ഗിഡിയോൺസ് മിഷനറീസ്
ബൈബിൾ സൊസൈറ്റിയൊക്കെ 1920-കളിലും 1960-കളിലും ഒക്കെ അറബിയിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അള്ളാഹ് എന്നാണ് ഉപയോഗിച്ചത്. അപ്പം അതും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ബൈബിളിൻ്റെ തെറ്റല്ല എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ തെറ്റാണ്. അപ്പം നിങ്ങളുടെ തെറ്റാണെങ്കിൽ, നിങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലെവിടെ? നിങ്ങളുടെ പണ്ഡിതന്മാരിൽ എവിടെ പരിശുദ്ധാത്മാവ്? നിങ്ങളെങ്ങനെയാണ് ബോൺ അഗെയിൻ ആകുന്നത്? അതായത് പുതുജന്മം ആയ ക്രിസ്ത്യാനികളെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ബോൺ അഗെയിൻ ക്രിസ്ത്യൻ എന്നാണല്ലോ. നിങ്ങൾ ബോൺ അഗെയിനും നല്ലൊരു മണ്ണാങ്കട്ടയില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളും തമ്മിൽ, സൂര്യനും ഭൂമിയും തമ്മിലുള്ള അന്തരമുണ്ട്. കാരണം ഈ ഒരു നിലവാരമാണ് നിങ്ങൾ കാണിക്കുന്നത്. പരിശുദ്ധാത്മാവുണ്ടെന്നും വീമ്പിളക്കിയിട്ടും നിങ്ങളുടെ നിലവാരം വളരെ താഴ്ന്നതാണ്. യു ആർ ബിലോ ആവറേജ്. നിങ്ങളുടെ തന്നെ അവകാശവാദങ്ങൾ, നിങ്ങളുടെ തന്നെ അറബിക് ബൈബിളിനെതിരെയാണ് പോകുന്നത്. നിങ്ങളുടെ തന്നെ അറബി ഭാഷ സംസാരിക്കുന്ന ക്രിസ്ത്യാനികളെയാണ് നിങ്ങൾ അപമാനിക്കുന്നത്. യഹോവയെയാണ് നിങ്ങൾ അപമാനിക്കുന്നത്. നിങ്ങൾക്ക് രക്ഷയില്ല. നിങ്ങൾ ഈ എന്ത് തുടങ്ങി? നിങ്ങൾ ഈ ഹലാൽ പ്രശ്നത തുടങ്ങി, ഇസ്ലാമിക് ഫോമോബിയെ തുടങ്ങി ഹലാൽ പിടിച്ചു. മുസ്ലിങ്ങളിതാ വരുന്നേ, കുഴപ്പമുണ്ടാക്കുന്നേ, ഗോഡ്സില്ല വരുന്നേ, ജുറാസിക് പാർക്ക് വരുന്നേ, ഭീകരജീവി വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഹോളിവുഡ് മാതൃകയിൽ നിങ്ങൾ തുടങ്ങി. നിങ്ങൾ അവസാനം അള്ളാഹുവിനെ തൊട്ടപ്പോൾ നിങ്ങൾക്ക് കൈപൊള്ളി. നമ്പർ 1 ഫൂൾസ്. അതാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. അപ്പോൾ ജനങ്ങളുടെ അരക്ഷിതാവസ്ഥയും ഭീതിയും ആശയക്കുഴപ്പവും സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പരിപാടി, നിങ്ങൾ അവരെ ഈ ഇതര ക്രിസ്ത്യൻ സഭകളിൽ നിന്നും, കത്തോലിക്കരിൽ നിന്നും, ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് ജനങ്ങളെ നിങ്ങൾ അടർത്തിയെടുത്ത് കൊണ്ടുവരികയാണ്. ഈ സഭകളൊന്നും ചെയ്യുന്നില്ല. അവർ ഇസ്ലാമിൻ്റെ ഒന്നും ചെയ്യുന്നില്ല. പ്രസ്താവനകൾ ഇറക്കുന്നില്ല. മുസ്ലിങ്ങളെ വിമർശിക്കുന്നില്ല. അള്ളാഹു വ്യാജദൈവമാണെന്ന് പറയുന്നില്ല. ഖുറൈശി ഗോത്രദൈവമാണെന്ന് പറയുന്നില്ല. പക്ഷെ ഞങ്ങളിതാ പറയുന്നു, ഞങ്ങൾ തെളിയിക്കുന്നു, ഞങ്ങളുടെ കൂടെ വരുന്നു. അപ്പോൾ കൂട്ടം തെറ്റിയ ചില കത്തോലിക്കും ഓർത്തഡോക്സ് അവർ നിങ്ങളുടെ കൂടെ കയറി നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു. അവസാനം നിങ്ങളുടെ കരാളഹസ്തത്തിൽ അവർ കടന്ന് അമരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെബാസ്റ്റ്യൻ, ഈ മാരിയോ ജോസഫ്, കത്തോലിക്കനായ മാരിയോ ജോസഫ് അല്ലാ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പൊള്ളി. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കടന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഈ തെരുവ് പട്ടികളെ മാതിരി. നായശല്യം കൂടുതലുണ്ടല്ലോ കേരളത്തിൽ. നായശല്യം കാരണം തെരുവ് പട്ടികൾ കുട്ടികളെ ആക്രമിക്കുന്നു. അതേപോലെ തെരുവ് പട്ടികളുടെ സ്വഭാവം വെച്ച് നിങ്ങൾ മാരിയോ ജോസഫിനെ ആക്രമിക്കുന്നു. നിങ്ങൾ അദ്ദേഹം ഇൻഷാ അല്ലാ എന്നും അൽഹംദുലില്ലാ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പൊള്ളി. പക്ഷേ വിഡ്ഢികളായിട്ടുള്ള നിങ്ങളുടെ തന്നെ ബൈബിളിൽ അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, മശീഅത്തില്ല എന്നൊക്കെ നിങ്ങളെ ബൈബിളിൽ തന്നെ കാണുമ്പോൾ നിങ്ങൾ അന്താളിച്ച് നിൽക്കുകയാണ്. 1-ാം പ്രമാണവും 2-ാം പ്രമാണവും തെറ്റിച്ച് നിങ്ങൾ കഴുതകളാണോ, വിഡ്ഢികളാണോ, അല്ലെങ്കിൽ മരങ്ങോടന്മാരാണോ, എന്താണ് നിങ്ങളെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കൺഫഷൻ ചെയ്യുക. നിങ്ങളുടെ മിഷനറിമാർ ഉപയോഗിക്കുന്ന എല്ലാ ബൈബിളുകളും, അറബിക് ബൈബിളുകളെല്ലാം അള്ളാഹു എന്നുള്ള പേര് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ തന്നെ അവർ സമ്മതിക്കുകയാണ്. അതായത് പാഗൻ ക്രിസ്ത്യാനികൾ സുപ്രീം ഡാറ്റിക്കാണ് അള്ളാഹ് എന്ന് പറഞ്ഞത്. പക്ഷെ അവർ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുന്നു, പെൺകുട്ടികൾ. പക്ഷെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ പിതാവായ യഹോവയുടെ സന്തതികളാണ് നിങ്ങളെല്ലാവരും, ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് പുതിയ നിയമത്തിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മോശക്കാരാണോ? ഖുറൈശികൾ 3 പെൺകുട്ടികളെ അള്ളാഹുനുള്ളെന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് എല്ലാ ആളുകളും അള്ളാഹുവിൻ്റെ മക്കളാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അടുത്ത പാരഗ്രാഫ് വായിച്ചു നോക്കൂ. 9-ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ അറിയപ്പെട്ട അറബിക് ട്രാൻസ്ലേഷൻ, അതായത് പൂർണ്ണമായി ട്രാൻസ്ലേറ്റ് ചെയ്ത ബൈബിളും. പക്ഷേ ഇൻഫാക്ട് അറബ് ക്രിസ്ത്യൻസ് ഫോർ യൂസിങ് ദ വേർഡ് അള്ളാഹ് ഫോർ ഗോഡ് പ്രിയർ ടു ദ ഡോൺ ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ ഉദയത്തിന് മുമ്പേ അറബ് ക്രിസ്ത്യാനികൾ അള്ളാഹ് എന്നുള്ള പേര് ബൈബിളിൽ ഉപയോഗിച്ചു. അതായത് ദൈവത്തെ വിളിക്കാൻ ഉപയോഗിച്ചു. അപ്പോൾ അന്നത്തെ ക്രിസ്ത്യാനികൾക്ക് അറിയില്ലായിരുന്നു അള്ളാഹ് എന്നുള്ള പേര് ഒരു പാഗൻ ഖുറൈശി ഗോത്രദേവനാണ്. കാരണം ഖുറൈശി ഗോത്രങ്ങളും പാഗൻസും ഓൾറെഡി ഉണ്ടല്ലോ അന്നത്തെ കാലഘട്ടത്തിലും. അത് അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് തെറ്റുപറ്റിയോ? They were using it in place of Allah, not in the place of Yahweh.
ഇവരിതിൽ പറയുന്നത് ജനറിക് വേർഡാണ് അള്ളാഹ് എന്നുള്ളത്. ഇലാഹാണ് ജനറിക് വേർഡ് എന്നാണ് സെബാസ്റ്റ്യൻ തന്നെ നേരത്തെ പറഞ്ഞത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഗോഡ്, അള്ളാഹ് എന്നുള്ളത് ഒരു ദേവനാണെന്ന്. ആ ദേവനാണ് ഗോഡ്, ഇലാഹ്. അള്ളാഹ് എന്നുള്ള ദേവനാണ് ഇലാഹ്. ഇലാഹ് മീൻസ് ഗോഡ്. ഇലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം. പക്ഷേ ഇതേ ബൈബിളുകാർ ഉപയോഗിക്കുന്നത് യാഹ്വേ എന്നുള്ള സ്ഥലത്ത് മൊത്തം അള്ളാഹെന്നോ റബ്ബ് എന്നോ ഉപയോഗിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് യാഹ്വേ എന്നിവർ ഇവരുടെ ബൈബിളിൽ തന്നെ ഉപയോഗിക്കുന്നില്ല? അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് അറബിക് ബൈബിളാണ്, വേർഡ് പ്രൊജക്റ്റിന്റെ അറബിക് ബൈബിളാണ്. അതിൽ റബ്ബ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 Kings 19:11 ഒന്നാം രാജാക്കന്മാർ 19 അധ്യായം 11 യഹോവ എന്നുള്ള പേര് അവിടെ കാണാം. യഹോവ എന്നുള്ള പേര് അവിടെ മാറ്റിയിട്ട് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന റബ്ബ് എന്നുള്ള പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 19 അധ്യായം 11 കണ്ടോ? റബ്ബ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. ലോഡ് എന്നുള്ള, യഹോവക്ക് റബ്ബ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവർ യഹോവ എന്നുള്ള പേര് ബൈബിളിൽ എടുത്തു കളഞ്ഞു, റബ്ബ് എന്നാക്കി? അറബിയിൽ അക്ഷരമുണ്ടല്ലോ, യാഹാവ എന്നുള്ള അക്ഷരങ്ങൾ അറബിയിലുണ്ടല്ലോ. അതാണ് ഇവരുടെ പ്രശ്നം. വേർഡ് പ്രൊജക്റ്റിന്റെ ബൈബിളാണിത്. ഇവർ പറയുന്ന എലോഹിം എന്നുള്ള പേര് ഒഴിവാക്കിയിട്ടാണ് എന്ത് കൊടുത്തത്? ഈ അള്ളാഹ് എന്നുള്ള പേര് അവിടെ മാത്രം ജനറിക് ആയിട്ട് കൊടുത്തിരിക്കുന്നു. പക്ഷെ അത് മാത്രമല്ലല്ലോ, പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിൽ നമ്മൾ പോയാൽ ഇന്ദല്ലാ കലിമത്തുള്ള എന്നാ കൊടുത്തിരിക്കുന്നത്, അള്ളാഹ് എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ യഹോവ എന്നുള്ള ഇലോഹിം എന്നുള്ള പേര് പുതിയ നിയമത്തിൽ ഇല്ലല്ലോ. പുതിയ നിയമം ജോൺ 1 അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 1 തിയോൺ എന്നാണ് ദൈവത്തെ വിളിച്ചിരിക്കുന്നത്. അതായത് പാഗൻ ഗ്രീക്കുകാരുടെ വിളിക്കുന്ന പേരാണ് തിയോൺ. അപ്പം നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ തിയോൺ എന്നാണ് ദൈവത്തെ വിളിച്ചിരിക്കുന്നത്. തിയോൺ, തിയോസ്. ആരാണ് തിയോൺ? തിയോൺ എന്ന് പറയുന്നത് ഗോഡ് ഓഫ് അക്കോർഡ് ആൻഡ് വാർ. തിയോൺ എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ ദൈവമാണെന്ന്. സ്ലീപ്പിംഗ് ബിനോത്ത് ദ പില്ലേഴ്സ് ഓഫ് അറ്റ്ലാന്റിയ വിത്ത് ഹിസ് ട്വിൻ സിസ്റ്റർ ലൈല. മനസ്സിലായല്ലോ? തിയോൺ എന്ന് പറയുന്നത് ഒരു പാഗൻ ദൈവമാണ്. അപ്പൊ മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് ഖുറേശി ദേവനായ അള്ളാഹു ആണെങ്കിൽ, ബൈബിളിനെ ആരാധിക്കുന്നത്, ബൈബിൾ പുതിയ നിയമത്തിൽ ആരാധിക്കുന്നത് ആരാണ്? ഗ്രീക്ക് ദേവനെയാണ് ആരാധിക്കുന്നത്. അതായത് യുദ്ധത്തിന്റെ ദേവനാണ് ആരാധിക്കുന്നത്. അദ്ദേഹം ഉറങ്ങുകയാണ് അവിടെ അറ്റ്ലാന്റിയന്റെ അടിയിലുള്ള ഒരു തൂണിന്റെ താഴത്ത് തൻ്റെ ട്വിൻ സിസ്റ്ററുടെ കൂടെ കിടന്നുറങ്ങിയാണ്. അപ്പം എന്നാ ശരി. വസ്സലാമു അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.